ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമായിട്ടിരിക്കല്ലേ? അപ്പോഴേ നമ്മളിന്ന് താൽക്കാലികമായിട്ട് റിയാദിനോട് ബൈ ബൈ പറയാണ്. ഇന്ന് നമ്മൾ ജിദ്ദയിലേക്ക് മടങ്ങാണ്. അപ്പോൾ സമയം ഒരു 3 മണി ആവുന്നേ ഉള്ളൂ. മാക്സിമം 3 മണി വരെ നമുക്ക് റൂം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 3 മണിയാകുമ്പോഴേക്കിന് ചെക്ക് ഔട്ട് ചെയ്യണം. അങ്ങനെ ഫാസിക്ക ഏർലി മോർണിംഗ് തന്നെ വർക്കിന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫാസിക്കാൻ്റെ വർക്ക് സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടാക്സിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. റൂമിൽ ചെക്ക് ഔട്ട് ചെയ്തു, കീയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ ഹോട്ടലിൻ്റെ അകത്ത് തന്നെ നിൽക്കുകയാണ്. ടാക്സി വരുന്നേ ഉള്ളൂ പറഞ്ഞു. പുറത്ത് അത്യാവശ്യം വെയിലുണ്ട്, പക്ഷേ ചൂടും കാര്യങ്ങളൊന്നുമില്ല. റിയാദത്തെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പും കാര്യങ്ങളായതുകൊണ്ട് തന്നെ വെയിലാണെങ്കിലും ചൂടുണ്ടായിരിക്കില്ല. അങ്ങനെ ഞാൻ ടാക്സിക്കാരനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റൂം ചെക്ക് ഔട്ട് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. കാരണം നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ അവിടെ മറന്നു വെച്ചിട്ടുണ്ടോ, മറന്നു വെച്ചാൽ പിന്നെ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണല്ലേ. അങ്ങനെ നമ്മുടെ ടാക്സി ഡ്രൈവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആൾ കണ്ണൂരുകാരനാണ്. നല്ല ഒരു മനുഷ്യനാണ് കേട്ടോ. നല്ല സംസാരവും കാര്യങ്ങളും, ഭയങ്കര കമ്പനി ആവുന്ന ഒരു ടൈപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബോറിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ഹോട്ടൽ റൂമിൽ നിന്ന് ഞാനിനി പോയിക്കൊണ്ടിരിക്കുന്നത് ഹിൽട്ടണിലേക്കാണ്. ഫാസിക്ക അവിടെയാണുള്ളത്. അപ്പോൾ ഒരു 1/4 മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ട് ഇവിടുന്ന്. പിന്നെ റിയാദിൻ്റെ അവസ്ഥ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഷോർട്ട് കട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വേറൊരു റൂട്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതായത് ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് നമ്മളെ നാട്ടിലൂടെ പോകുന്ന ആ ഫീലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ വീടും വില്ലാസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ നാട്ടിലെ അതേ ടൈപ്പ് വീടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഞാൻ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ എൻജോയ് ചെയ്താണ്ട് പോവുകയാണ്. അതിൻ്റെ അടുക്ക് നമ്മളെ ഡ്രൈവർ എന്നോട് സംസാരിക്കുന്നുണ്ട്. വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പരസ്പരം പങ്കുവെക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആളുടെ ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് നാട്ടിലൊക്കെയാണ്. അതുപോലെ തന്നെ ആളിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹിൽട്ടണിൽ എത്തിയിട്ടുണ്ട്. ഫാസിക്ക നമ്മുടെ ഡ്രൈവറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കമ്പനീസിൻ്റെ എക്സിബിഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏർലി മോർണിംഗ് ഇവിടെ കോൺഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഇവിടുത്തെ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. ഞാനൊരു എൻഡിങ് ടൈമിലാണ് എത്തുന്നത്. ഇവിടുത്തെ പരിപാടികളിലല്ല എൻ്റെ ഫോക്കസ് മൊത്തം ഇവിടെ ഓരോരോ കൗണ്ടറിലും ഒരുപാട് ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ഡേറ്റ്സും കാവ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുന്നു. കുറച്ച് ചോക്ലേറ്റ്സൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു. പിന്നെ അവിടെ കുറേ VIPസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ വല്ലാതെ അങ്ങോട്ട് എടുത്തില്ല. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസിക്കാൻ്റെ അടുത്തിരിക്കുന്നത് ഫസിക്കാൻ്റെ സെയിം കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആളൊന്നും നമ്മുടെ കൂടെ വരുന്നില്ല. ആളുടെ ഫാമിലി ഇവിടെ ഉണ്ട് കേട്ടോ. ആൾ പാകിസ്ഥാനിയാണ്. നമ്മൾ മാത്രമേ ഇന്ന് ജിദ്ദയിലേക്ക് മടങ്ങുന്നുള്ളൂ. അങ്ങനെ ഏകദേശം ഒരു 4 മണി ടൈം ആയപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് 11 മണിക്കാണ്. അപ്പോൾ ആ ഒരു ടൈം വരെ നമ്മൾ എയർപോർട്ടിൽ ഇങ്ങനെ ടൈം കളയണം. ഭയങ്കര റിസ്ക് പിടിച്ചിട്ട് പരിപാടിയാണത്. ഇവിടെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുള്ള ചോക്ലേറ്റ്സ്. അവിടെ ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ടത്ര എടുക്കാം, പക്ഷേ അവിടെ കുറേ ആൾക്കാർ നിൽക്കണോണ്ട് തന്നെ എനിക്ക് മടിയായി എടുക്കാൻ. നമ്മളിങ്ങനെ ആക്രാന്തം പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കില്ലേ ഈ പെണ്ണ് എവിടെ നിന്നാണ് ഈ വരുന്നത്, മുട്ടായി കാണാത്ത ലോകത്തുനിന്ന് വരികയാണോ വിചാരിക്കില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അഭിമാനം കളഞ്ഞില്ല. കുറച്ച് ചോക്ലേറ്റ്സ് എടുത്തോളും. പിന്നെ ഫാസിക്ക് എനിക്ക് ചോക്ലേറ്റ്സ് 1-2 പോക്കറ്റിലിട്ടിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഫാസിക്ക ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലഗേജൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഞാനിനി എന്ത് ചെയ്യും അത്രയും സമയം ആലോചിച്ച് ഇങ്ങനെ എയർപോർട്ടിലൂടെ അങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇയാളെ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ
വാച്ച് ചെയ്യണം കേട്ടോ. ഇയാളെ കയ്യിലൊരു കുട്ടിയുണ്ട്. ഇനി ഇവിടുന്ന് എങ്ങാനും കളഞ്ഞ് കിട്ടിയിട്ടുള്ള കുട്ടിയാണോ അതോ ഇനി ഇയാളെ സ്വന്തം കുട്ടിയാണോ എന്നറിയില്ല. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഇത് ഒരു പരിധി വരെയല്ലേ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുള്ളൂ, പിന്നെ ബോറടിക്കാൻ തുടങ്ങുമല്ലേ. അങ്ങനെ ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടോ, ഇതാണ് ഫാസിക്ക് എനിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ചോക്ലേറ്റ്. മഹത് വ്യക്തി ബാക്ക് പോക്കറ്റിൽ ഇട്ടിരുന്നത്, എന്നിട്ട് എവിടേക്കോ പോയിരുന്നിട്ട് ചോക്ലേറ്റിൻ്റെ അവസ്ഥ ഉണ്ടോ, പാണ്ടിലോറി കയറിയ തവളൻ്റെ പോലെ ആയിട്ടുണ്ട്. ഇതിനി കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് ഈ ഒരു ചോക്ലേറ്റ്. അങ്ങനെ നമ്മളിതാ പോസ്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഫസിക്കാക്ക് ഒരു കോൾ വന്നു. ഫസിക്കാൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് എയർപോർട്ടിലാണോ ചോദിച്ചു. അപ്പോൾ ആന്ന് പറഞ്ഞു. അവർക്ക് റിയാദിൽ നിന്ന് ജിദ്ദയിലേക്കൊരു ഫോൺ കൊടുത്തേക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഫോണൊക്കെ കളക്ട് ചെയ്ത് ഇനി നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചെക്കിങ്ങിൻ്റെ അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ ചുറ്റി നടന്ന നേരം ഇവിടെ വന്ന് ക്യൂ നിന്നണമെങ്കിൽ നമുക്ക് പരിപാടി പെട്ടെന്ന് തീർത്തിട്ട് അകത്തേക്ക് കയറി പോവായിരുന്നു എന്ന്. അങ്ങനെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ വിട്ട് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ, ബ്യൂട്ടി പ്രൊഡക്ട്സും അതുപോലെ തന്നെ ചോക്ലേറ്റ്സൊക്കെ കിട്ടുന്ന ഈ ഡ്യൂട്ടി ഫ്രീ പോലത്തെ ഒരുപാട് ഷോപ്സുകളുണ്ടായിരുന്നു. അപ്പോൾ ഇനി എൻ്റെ ലക്ഷ്യം ഈ ഷോപ്പുകൾ കൂടെയൊക്കെ കയറി ഇറങ്ങി ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് കാണലാണ്. ഈ ഒരു ഐറ്റം ചോക്ലേറ്റ്സ് എത്ര ആൾക്കാർ കഴിച്ചിട്ടുണ്ട്? നമ്മുടെ നാട്ടിലൊക്കെ അത് അവൈലബിൾ ആണല്ലേ. അന്ന് എത്ര രൂപയൊക്കെ ഉള്ളൂ. പക്ഷേ ഇതാ സംഭവമല്ല. ഇത് മേ ബി കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള അടിപൊളി റിച്ച് ചോക്ലേറ്റ്സ് ആയിരിക്കും. നമ്മളെ നാട്ടിൽ കുറച്ച് ലോക്കലാണ്, വലിയ ടേസ്റ്റൊന്നുമില്ല. പിന്നെ അത് കാണാനൊരു യൂണീക്ക് ആയതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചിട്ടായിരിക്കും. അപ്പോൾ അതാ ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് ബാഗും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചോക്ലേറ്റ്സും. അങ്ങനെ നമ്മൾ ഈ ഒരു സെക്ഷന് കുറേ ചുറ്റിക്കറങ്ങി കണ്ട് ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് 2 പേർക്കും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വിശക്കുന്നുണ്ടായിരുന്നു. കാരണം ഉച്ചക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫാസിക്കാൻ്റെ അവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഫാസിക്കും ഒന്നും കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫ്ലൈ അദീലിൻ്റെ ലോഞ്ചിലാണ് കേട്ടോ. ഇവിടെ ഫാസിക്കാക്ക് ഫ്രീ ആയിട്ട് ആക്സസും കാര്യങ്ങളൊക്കെ ചെയ്യാം, കാരണം കാർഡ് ഉണ്ടായതുകൊണ്ട്. പക്ഷേ എനിക്ക് കയറണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ലോഞ്ച് കയറിയിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ള തീരുമാനം മാറ്റിയിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ള പ്ലാനായി. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഡൊമിനോസിലേക്കാണ്. ഡൊമിനോസിൽ നിന്ന് നമ്മൾ പിസയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഇനി നമ്മൾ പിസക്ക് വേണ്ടിയിട്ടില്ല വെയിറ്റിങ്ങിലാണ്. പിസ്സ കഴിച്ചിട്ടും നമ്മളെ വിശപ്പും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഷവർമയും കൂടി ഓർഡർ ചെയ്ത് ഇനി അത് കഴിക്കാൻ പോവുകയാണ്. ഷവർമ കഴിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ ഫാസിക്കാണ്ട് പറഞ്ഞു ഞാൻ ലോഞ്ച് കയറുകയാണ്, അവിടെ എന്തൊക്കെ ഫുഡാണ് ഉള്ളത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫാസിക്കാൻ്റെ കാർഡ് വെച്ചിട്ട് ഞാൻ ലോഞ്ച് കയറി. അപ്പോൾ എൻ്റെ ഭാഗ്യം കൊണ്ട് ഇന്നിവിടെ ഭയങ്കര റിച്ച് ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. ജ്യൂസ് ഐറ്റംസ് ഒരു 3 ജ്യൂസ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഒരു റൈസ് ഐറ്റം ഉണ്ടായിരുന്നു, പിന്നെ സോസേജ്, പാസ്ത, പിന്നെ എന്തൊക്കെയോ 1-2 സംഭവങ്ങളും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഈ സലാഡ് ഐറ്റംസ് ആയിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് കേക്ക് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മെയിൻ ഫോക്കസും അതിലേക്ക് തന്നെ ആയിരുന്നു.
പിന്നെ എനിക്ക് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ വലിയ വിശപ്പില്ലാത്തത് കൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. വെറുതെ ഷോ ഓഫിന് 1-2 സാധനങ്ങൾ എടുത്തു എന്നേ ഉള്ളൂ. ഞാൻ ബാക്കി സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ബാഗിലാക്കി റൂമിൽ നിന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് കേക്ക് ഐറ്റംസ് അവിടെ നിന്ന് എടുത്തിരുന്നു കേട്ടോ. തിരമിസ് എടുത്തിരുന്നു, അതുപോലെ തന്നെ ഹണി കേക്ക്. എനിക്ക് ഇവിടുത്തെ കേക്ക് വലിയ ഇഷ്ടമല്ല, ഹണി കേക്ക് ഇവിടുത്തെ വലിയ ടേസ്റ്റ് ഇല്ല, നമ്മളെ നാട്ടിലത്തെ ടേസ്റ്റ് കിട്ടില്ല. ഈ ലോഞ്ചത്തെ കേട്ടോ, പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ടേസ്റ്റാണ്, ഓക്കെയാണ്. പക്ഷേ എനിക്കൊരാൾ റെക്കമെൻഡ് ചെയ്തതാണ് ഹണി കേക്ക് എടുത്തോ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാൾ പറഞ്ഞതല്ലേ കരുതിയിട്ടെടുത്തതാണ് ഹണി കേക്ക്. പിന്നെ ഒരുപാട് ചീസ് കേക്കുകളുണ്ടായിരുന്നു, സ്ട്രോബെറി ഉണ്ടായിരുന്നു, ബ്ലൂബെറി ഉണ്ടായിരുന്നു, കാരമൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് ബാക്കിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് ഫ്ലൈറ്റ് കയറുന്ന ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബ്രിഡ്ജിൽ കയറുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് പോണത് ഇഷ്ടമല്ല, കാരണം നമ്മളെ കയ്യിലത്തെ ലഗേജ് എന്തായാലും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും. ആ ലഗേജും വെച്ചിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പും കയറിയിട്ട് ഫ്ലൈറ്റിലേക്ക് കയറുന്നത് കുറച്ച് റിസ്ക്കാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഭാഗ്യം തന്നെ, അല്ലാതെ എന്താ പറയുക, സ്റ്റെപ്പാണ്. അങ്ങനെ ഞാൻ എൻ്റെ ബാഗും താങ്ങി പിടിച്ച് സ്റ്റെപ്പൊക്കെ കയറി ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നമ്മുടെ ക്യാബിൻ ക്രൂ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് ഏകദേശം ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് വലിയ അടിപൊളി വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, കാരണം നൈറ്റ് വ്യൂ ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു സൈഡ് വലിയ അടിപൊളി അല്ലായിരുന്നു, കാരണം നമ്മുടെ ഫ്ലൈറ്റ് ഏതോ ഒരറ്റത്ത് കൊണ്ടുപോയിട്ടാണ് നിർത്തിയിരുന്നത്. പക്ഷേ ജിദ്ദയിലുള്ള നൈറ്റ് വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിദ്ദയിൽ നമ്മളെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇവിടെയും നമ്മുടെ ഫ്ലൈറ്റിൽ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമ്മുടെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ലഗേജ് കളക്ട് ചെയ്യണം. അപ്പോൾ ലഗേജ് കളക്ട് ചെയ്യുന്ന ഏരിയയിൽ ഇങ്ങനെ നമ്മുടെ ലഗേജ് വരുന്നുണ്ടോ എന്നിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ നമുക്ക് നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി നമുക്ക് നേരെ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങണം. ഞാൻ എൻ്റെ മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞിരുന്നു, ജിദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വലിയൊരു അക്വേറിയം ഉണ്ട്, കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള അക്വേറിയം. ഇത് വേൾഡ് ബിഗ്ഗസ്റ്റ് എയർപോർട്ട് അക്വേറിയമാണ്. അതുപോലെ തന്നെ ഇതിൽ 2000 മീനുകളുണ്ട്, ഷാർക്കും, അങ്ങനെ ഒരുപാട് മീനുകളുണ്ട് ഇതിൽ. ഈ ഒരു അക്വേറിയം അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല വലിയ സൈസാണ്. വീഡിയോയിൽ നമുക്ക് അത്രക്കാണ് മനസ്സിലാവില്ല. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് കറക്റ്റ് മനസ്സിലാവുക. ഇപ്പം നമ്മളിത് കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ്.
അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളൊരു ടാക്സി വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. ടാക്സി ഡ്രൈവർ ഓൾമോസ്റ്റ് ഇവിടെ എത്താനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ അയാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സംസം വെള്ളമാണ് കേട്ടോ. ഈ ഭായിമാരിങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് വരുന്നത് സംസം വെള്ളത്തിൻ്റെ ബോട്ടിൽസാണ്. അങ്ങനെ അതാ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ടാക്സി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ടാക്സിയിലേക്ക് അയച്ചണം. ഇപ്പോൾ ഏകദേശം ഒരു 2 മണി ടൈമാണ്. ഒരു 2:15 ആകുമ്പോഴേക്കും നമ്മൾ റൂമിലെത്തും. ഒരു 15 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ റൂമും എയർപോർട്ടും തമ്മിൽ. നല്ല രീതിക്ക് തന്നെ ടയേർഡായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ഉറക്കവും വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.